ഇനി നെക്സ്റ്റ് പറയാനുള്ളത് പ്രിപ്പറേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് എമൽഷൻസ് ആണ്, അല്ലെങ്കിൽ എമൽസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ എമൽഷൻ ഉണ്ടാക്കുന്നത് ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എമൽസിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന് സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ മിക്സ് ആവാത്ത രണ്ട് ലിക്വിഡ്സിനെ, അതായത് ഇമ്മിസിബിൾ കമ്പണൻറ്റ് ലിക്വിഡ്സിനെ നമ്മൾ ഒരുമിച്ചെടുത്തിട്ട് നല്ലപോലെ ഷെയ്ക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്തിനുണ്ടാക്കുന്നത്, ഒരു എമൽഷൻ ഉണ്ടാക്കുന്നത്. ആ എമൽഷൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എമൽസിഫിക്കേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ രണ്ടാളെ ഷെയ്ക്ക് ചെയ്തിട്ട് രണ്ട് ഇമ്മിസിബിളായ കമ്പണൻറ്റ് ലിക്വിഡ്സിനെ ഷെയ്ക്ക് ചെയ്തുണ്ടാക്കുന്ന എമൽഷൻസിന് ലയോഫോബിക് സോൾസിനോട് സാമ്യമുള്ള പ്രോപ്പർട്ടീസാണ് അവർ കാണിക്കുക. പ്രോപ്പർട്ടീസ് സിമിലർ ടു ലയോഫോബിക് സോൾസ് ആയിരിക്കും. അവിടെ അതിനകത്തുള്ള ഡിസ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രോപ്ലെറ്റ്സ് എന്തൊക്കെ എഫക്റ്റ് കാണിക്കും, ലൈറ്റിനെ സ്കാറ്റർ ചെയ്യും, അതായത് ടിൻറ്റാൾ എഫക്റ്റ് കാണിക്കും. അവർക്ക് എന്തായിരിക്കും ചാർജ് ഉണ്ടാവുക, നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അതുപോലെ അവരെന്ത് കാണിക്കും, ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന ഫിനോമിനാസ് കാണിക്കും. അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ കൊയാഗുലേഷനും സംഭവിക്കും. പക്ഷേ ഇവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ട് മിക്സ് ആവാത്ത ലിക്വിഡ്സാണ് നമ്മൾ ഷേക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ലിക്വിഡ്സിൻ്റെ ഇടയിലുള്ള ഇൻ്റർഫേസിൻ്റെ ഇടയിൽ എന്തായിരിക്കും, ടെൻഷൻ എന്ന് പറയുന്നത് വളരെയധികം ലാർജ് ആയിരിക്കും. അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇവരെന്തായി മാറുന്നുണ്ട്, അൺസ്റ്റേബിളായിട്ട് മാറുന്നുണ്ട്. അവരുടെ അൺസ്റ്റേബിൾ ആകുമ്പോൾ അവരെന്താണ്, ബ്രേക്ക് ചെയ്ത് വീണ്ടും രണ്ട് സെപ്പറേറ്റ് ലെയേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് മാറും. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, അൺസ്റ്റേബിൾ എമൽഷൻസ് ആണ്. ഇനി എങ്ങനെ നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള എമൽഷൻ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ അവർക്കിടയിലുള്ള ഇൻ്റർഫേഷ്യൽ ടെൻഷൻ എന്ത് ചെയ്യണം, ലോവർ ചെയ്ത് വരണം. അപ്പോൾ ഈ ഇൻ്റർഫേഷ്യൽ ടെൻഷൻ ലോവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എമൽസിഫയേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഓയിൽ ഇൻ വാട്ടർ എമൽഷൻ. ഓയിൽ ഇൻ വാട്ടർ, അപ്പോൾ നമ്മൾ ആദ്യം വാട്ടർ എടുക്കും. ആ വാട്ടറിനകത്ത് ഏതെങ്കിലും ഒരു സ്യൂട്ടബിൾ എമൽസിഫയർ ആഡ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അതിലേക്ക് ഓയിൽ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് നമ്മൾ കൺസിഡറബിൾ അജിറ്റേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഷെയ്ക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഓയിൽ ആഡ് ചെയ്യാം. അപ്പോൾ വാട്ടറിൽ എന്തുണ്ട്, നമ്മുടെ എമൽസിഫയർ ഉണ്ട്. അപ്പോൾ അവർക്കിടയിൽ പിന്നെ അതൊക്കെ ഓയിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓയിലും വാട്ടറിൻ്റെ ഇടയിലുള്ള ഇൻ്റർഫേഷ്യൽ ടെൻഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ലോവർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവരെന്തായി മാറും, സ്റ്റേബിളായിട്ട് മാറും. ഇനി അല്ല നിങ്ങൾക്ക് എന്താണ്, വാട്ടർ ഇൻ ഓയിലാണെങ്കിൽ നമ്മളെങ്ങനെ ചെയ്യാം, ഓയിൽ എടുക്കും, ഓയിലിനകത്ത് സ്യൂട്ടബിൾ എമൽസിഫയർ ആഡ് ചെയ്യും. അതിനുശേഷം വാട്ടർ എന്താണ്, ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഷേക്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, വാട്ടർ ഇൻ ഓയിൽ എമൽഷനാണ് നമുക്ക് കിട്ടുന്നത്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ അല്ലേ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേറെ മെത്തേഡ് യൂസ് ചെയ്യാം, നമ്മൾ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നാരോ നോസിലുള്ള സബ്സ്റ്റൻസ് അല്ലെങ്കിൽ കൗണ്ടർ റൊട്ടേറ്ററി അജിറ്റേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മിക്സ്ചേഴ്സിന് അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഓയിലോ വെള്ളമോ അല്ല അവരുടെ കൂടെയുള്ള എമൽസിഫയറൊക്കെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള എമൽഷൻസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന എമൽഷൻസ്, അതായത് എമൽസിഫയേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് സ്റ്റേബിൾ ആയിട്ടുള്ള എമൽഷൻസ് എന്ത് പ്രോപ്പർട്ടീസാണ് കാണിക്കുന്നത്, ഒരു ലയോഫിലിക് സോളിൻ്റെ പ്രോപ്പർട്ടീസാണ് കാണിക്കുക. അവരെന്തായിരിക്കും, ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള എമൽഷൻസ് ആയിരിക്കും, ഹൈ വിസ്കോസിറ്റി കാണിക്കും. അതുപോലെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഹയർ കോൺസെൻട്രേഷൻസിൽ പ്രസൻ്റ് ആയിരിക്കും. ഇലക്ട്രോലൈറ്റ്സിനോട് എന്താണ്, ഗ്രേറ്റ് സ്റ്റെബിലിറ്റി, അതായത് ഇലക്ട്രോലൈറ്റ്സ് ആഡ് ചെയ്ത് അവരെന്ത് ചെയ്യില്ല, കൊയാഗുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സൊന്നും അവിടെ നടക്കില്ല. ഇനി നെക്സ്റ്റ് ഒരു ടേം പഠിക്കാനുള്ളതാണ് ഡിമൾസിഫിക്കേഷൻ. എമൽസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എമൽഷൻ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സ്. ഡിമൾസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എമൽഷനെ ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിമൾസിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, കുറച്ച് ഇലക്ട്രോലൈറ്റ്സ് ആഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിലുള്ള എമൽസിഫയറിനെ എന്ത് ചെയ്യണം, കെമിക്കലി ഡിസ്ട്രോയ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഫിസിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യുക, ഫ്രീസിങ് ചെയ്യാം, ബോയിലിംഗ് ചെയ്യാം, സെൻട്രിഫ്യൂഗേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, എമൽഷൻ ബ്രേക്കപ്പ് ചെയ്തിട്ട് അവിടെ എന്ത് പ്രോസസ്സ് നടക്കും, ഡിമൾസിഫിക്കേഷൻ നടക്കും. അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇലക്ട്രോലൈറ്റ്സ് ആഡ് ചെയ്യാം, എമൽസിഫയറിനെ കെമിക്കലി ഡിസ്ട്രോയ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഫിസിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിമൾസിഫിക്കേഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഇത് നമ്മൾ പഠിച്ചത് തന്നെയാണ്, എന്താണ് ഒരു എമൽസിഫയർ.
അപ്പോൾ എമൽഷനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എമൽസിഫയർ എന്ന് വിളിക്കുന്നത്. ഇനി അതെന്താ ചെയ്യുന്നത്, ഫങ്ഷൻ എന്താണ്, ഇൻ്റർഫേഷ്യൽ ടെൻഷൻ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഇൻ്റർഫേഷ്യൽ ടെൻഷൻ റെഡ്യൂസ് ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ ഡിസ്പേഴ്സ്ഡ് ഫേസിലുള്ള ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാവും അല്ലേ, ഈ ഡ്രോപ്ലെറ്റ്സിൻ്റെ സറൗണ്ട് ചെയ്ത് അവർക്ക് മുകളിൽ അവരെന്താ ചെയ്യുന്നത്, ഒരു കോട്ടിംഗ് ഫോം ചെയ്യും. അപ്പോൾ കോട്ടിംഗ് ഫോം ചെയ്താൽ സറൗണ്ടിങ് ആയിട്ടുള്ള വേറെ ഡ്രോപ്ലെറ്റ്സിനോട് അഗ്രിഗേറ്റ് ചെയ്തിട്ട് അവിടെ എന്ത് നടക്കൂല, അവർ അഗ്രഗേഷൻ നടക്കൂല, പ്രിവെൻസ് അഗ്രഗേഷൻ. അപ്പോൾ അഗ്രഗേഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ അവരെന്തായിരിക്കും, മോർ സ്റ്റേബിളായിട്ട് മാറാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ഫങ്ഷൻ എന്ന് വെച്ചാൽ ഇൻ്റർഫേഷ്യൽ ടെൻഷൻ റെഡ്യൂസ് ചെയ്യുക. പിന്നെ എങ്ങനെയാണ് ആക്ഷൻ നടക്കുന്നത്, അവർ എമൽസിഫയർ എന്ത് ചെയ്യും, നമ്മുടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഡ്രോപ്ലെറ്റ്സിന് ഒരു കോട്ടിംഗ് ഫോം ചെയ്യും. അതുപോലെ അതെന്ത് പ്രിവെൻറ്റ് ചെയ്യും, അഗ്രഗേഷൻ പ്രിവെൻറ്റ് ചെയ്ത് നമ്മുടെ എമൽഷനെ സ്റ്റെബിലൈസ് ചെയ്യും. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ള അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ സർഫെക്റ്റൻസ് ലൈക്ക് സോപ്പും ഡിറ്റർജൻസും ആണ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലാസ് ഓഫ് എമൽസിഫയർ. അപ്പോൾ സോപ്പും ഡിറ്റർജൻസൊക്കെ എന്ത് ആക്ഷനാണ് കാണിക്കുന്നത്, ക്ലെൻസിങ് ആക്ഷൻ കാണിക്കുന്നുണ്ട് അല്ലേ. അവരെന്ത് ചെയ്യുന്നുണ്ട്, ഗ്രീസിനും ഓയിലിനൊക്കെ നമ്മൾ വെള്ളത്തിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നുണ്ട്, സോപ്പ് ആഡ് ചെയ്യും. അതെന്തിനെ റിമൂവ് ചെയ്യും, നമ്മുടെ ഗ്രീസ് അല്ലെങ്കിൽ ഓയിലിനെ റിമൂവ് ചെയ്യും. അപ്പോൾ എമൽസിഫൈ ചെയ്തിട്ടാണ് ഈ ഗ്രീസ് അല്ലെങ്കിൽ ഓയിലിനൊക്കെ അവരവിടുന്ന് റിമൂവ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മുടെ എമൽസിഫൈങ് ഏജൻസിന് എക്സാമ്പിൾസ് ആണ് സോപ്പ്, ഡിറ്റർജൻസ്. വേറെ കുറച്ച് ലയോഫിലിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിൻ്റെ എക്സാമ്പിൾസും കൂടെ പറയുന്നുണ്ട് കേട്ടോ. ലയോഫിലിക് ആയിട്ടുള്ള എമൽസിഫൈങ് ഏജൻസിൻ്റെ പ്രോട്ടീൻസ്, ഗംസ്, അതുപോലെ ഫൈനലി ഡിവൈഡഡ് ആയിട്ടുള്ള സോൾട്ട്സ് ലൈക്ക് കാർബൺ, ബേസിക് സൾഫേറ്റ്സ് ഓഫ് FeCu, എണ്ണ എന്ന് പറയുന്നതിൻ്റെ സൾഫേറ്റ്സ് ഒക്കെയാണ് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എമൽസിഫയേഴ്സ് വരുന്നത്. ഇനി കുറച്ച് ആപ്ലിക്കേഷൻസ്, എമൽഷൻ അല്ലെ എമൽസിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ലാർജ് നമ്പർ ഓഫ് വേസിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന മിൽക്ക്, ക്രീം ഒക്കെ പറയുന്നത് നമ്മുടെ ഡയറ്റിൽ വരുന്ന സബ്സ്റ്റൻസാണ്. ഇവരൊക്കെ എന്താണ്, എമൽഷൻസ് ആണ്. എമൽഷൻ ഓഫ് ഫാറ്റ് ഇൻ വാട്ടർ, വെള്ളത്തിൽ ഫാറ്റ് അടങ്ങിയിട്ടുള്ള എമൽഷൻസിന് എക്സാമ്പിൾസ് ആണ് മിൽക്ക്, ക്രീം. അവർ നമ്മൾ ഡയറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ്, നമ്മൾ മെഡിസിൻസും ഡ്രഗ്സൊക്കെ എടുക്കും. അതൊക്കെ എന്താണ്, ചിലതൊക്കെ എമൽഷൻ ഫോംസിലാണ്. അപ്പോൾ എമൽഷൻ ഫോംസിലാണെങ്കിൽ നമ്മളെ ബോഡി പെട്ടെന്ന് അതിനെ അബ്സോർബ് ചെയ്ത് അസിമിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. തേർഡ് എക്സാമ്പിൾ പറയുന്നത് നമ്മൾ ആസ്ഫോൾട്ടിൻ്റെ എമൽഷൻ യൂസ് ചെയ്തിട്ടാണ് എന്ത് മേക്ക് ചെയ്യുന്നത്, റോഡ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ എന്തില്ല, നമ്മൾ ആസ്ഫോൾട്ടിനെ നമ്മളവിടെ ലോങ് പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പകരം ആസ്ഫോൾട്ടിൻ്റെ എമൽഷൻ യൂസ് ചെയ്താൽ മതി. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോസ്മെറ്റിക്സിൽ, അതായത് ഹെയർ ക്രീം, സ്കിൻ ക്രീം, ലോഷൻസ് ഒക്കെ എന്ത് ഫോമിലാണ് കാണപ്പെടുന്നത്, എമൽഷൻ ഫോംസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ സുപ്പീരിയർ ക്വാളിറ്റിയുള്ള പെയിൻസ് ഒക്കെ നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന പെയിൻസ് എല്ലാം എന്താണ്, എമൽഷൻസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ നമ്മൾ സൾഫൈഡിൻ്റെ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രോസസ്സാണെന്ത്, ഫ്ലോട്ടേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എമൽസിഫിക്കേഷൻ ഫിനോമിന യൂസ് ചെയ്തിട്ടാണ് സൾഫൈഡിൻ്റെ ഓറിനെ എന്ത് ചെയ്യുന്നത്, കോൺസെൻട്രേഷൻ ചെയ്ത് കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മുന്നേ പറഞ്ഞത് തന്നെയാണ് സോപ്പിൻ്റെയും ഡിറ്റർജൻസിൻ്റെ ഒക്കെ ക്ലെൻസിങ് ആക്ഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, എമൽസിഫൈങ് പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ വാട്ടറിനകത്തുള്ള സോപ്പ് നമ്മൾ ഗ്രീസിനെ അല്ലെങ്കിൽ ഓയിലിനെ എമൽസിഫൈ ചെയ്തിട്ടാണ് അവിടുന്ന് റിമൂവ് ചെയ്ത് മാറ്റുന്നത്. ഇത്രയും ആപ്ലിക്കേഷൻസ്, 7 ആപ്ലിക്കേഷൻസ് ആണ്. ഇനി നെക്സ്റ്റ് ഉള്ളത് കൊളോയിഡ്സിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ 2 ആപ്ലിക്കേഷൻസ് ആയിട്ടാണ് പറയുന്നത്, മെഡിസിൻസും അതുപോലെ ലോണ്ട്രീനകത്തും. അപ്പോൾ മെഡിസിൻസിനകത്ത് പറയുമ്പോൾ കുറേ മെഡിസിൻസ് സോളായിട്ടും എമൽഷനായിട്ടും ജെല്ലായിട്ടുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവരൊക്കെ എന്താണ്, കൊളോയിഡ്സ് ആണ്. അപ്പോൾ ഈ ഒരു കൊളോയിഡൽ ഫോമിൽ നമ്മുടെ ബോഡിക്ക് പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്യാനും അസിമിലേറ്റ് ചെയ്യാനുള്ള കഴിവ് കൂടുതലായിരിക്കും. അപ്പോൾ അതെന്താണ്, മെഡിസിനിൽ കൊളോയിഡിന് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ കുറച്ച് എക്സാമ്പിൾ വരുന്നുണ്ട് കേട്ടോ. ആർജിറോൾ, പ്രോട്രാഗോൾ എന്ന് പറയുന്നതൊക്കെ എന്തിൻ്റെ സോളാണ്, സിൽവറിൻ്റെ സോളാണ്. അവർ
ഐ ലോഷൻസിലാണ് യൂസ് ചെയ്യുന്നത്, ഒഫ്താൽമിക് ലോഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗോൾഡിൻ്റെയും കാൽഷ്യത്തിൻ്റെയും അയണിൻ്റെ ഒക്കെ സോൾസ് എങ്ങനെയാണ് ഓറലി അഡ്മിനിസ്ട്രേറ്റും ചെയ്യുന്നുണ്ട്, ഇഞ്ചെക്ഷൻസിലൂടെ ഒക്കെ എടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഹ്യൂമൻ സിസ്റ്റത്തിൻ്റെ വൈറ്റാലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ എന്താണ് കൊളോയിഡൽ സൾഫർ എന്തായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്? ജേംസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ജേം കില്ലറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൈനർ കട്ട്സ് ഒക്കെ ഉണ്ടായാൽ അതിൽ ബ്ലഡ് യൂസ് ചെയ്ത് വരുന്നതൊക്കെ നമുക്ക് ആലം എന്ന് പറയുന്ന കൊയാഗുലൻസ് ഒക്കെ യൂസ് ചെയ്താൽ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും. പിന്നെ പറയുന്നത് എന്താണ്? ആൻറ്റാസിഡ്, ആൻറ്റിബയോട്ടിക് സിറപ്സ്, കഫ് സിറപ്പ്, ആൻറ്റിസെപ്റ്റിക് ലോഷൻ, ആൻറ്റി ഫംഗൽ ക്രീംസ് ഇവരൊക്കെ എന്ത് നേച്ചറിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? കൊളോയിഡൽ നേച്ചറിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത് പറയാനുള്ളത് ലോണ്ട്രിയിൽ വരുന്ന നമ്മളെ സോപ്പിൻ്റെയും ഡിറ്റർജൻസിൻ്റെ ഒക്കെ ക്ലെൻസിങ് ആക്ഷൻസാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളെ സോപ്പും ഡിറ്റർജൻസൊക്കെ എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? സർഫസിൽ. അതുകൊണ്ട് എന്താണ്? ദേ ആർ ഇമ്പോർട്ടൻറ്റ് സർഫസ് ആക്റ്റീവ് ഏജൻറ്റ്സ്. അവരെന്തായിട്ട് ആക്ട് ചെയ്യുക? എമൾസിഫയിങ് ഏജൻറ്റ്സ്. എമൾസിഫയിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു എമൾഷന് സ്റ്റെബിലിറ്റി കൊടുക്കുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എമൾസിഫയിങ് ഏജൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇനി അവരെ ക്ലെൻസിങ് ആക്ഷൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതായത് ക്ലെൻസിങ് സോപ്പ് എന്താ ചെയ്യുക? നമ്മൾ സോപ്പ് വെള്ളത്തിലെടുക്കും, എന്നിട്ട് ആ വെള്ളം വെച്ചിട്ട് നമ്മൾ ആ സോപ്പുള്ള വാട്ടർ വെച്ചിട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രീസും ഓയിലൊക്കെ, നമ്മുടെ ഡ്രസ്സിലുള്ള ഗ്രീസും ഓയിലൊക്കെ റിമൂവ് ചെയ്യുന്നത്. എമൾസിഫൈ ചെയ്തുകൊണ്ടാണ് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടുന്ന് റിമൂവ് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ സോപ്പ് നോക്കുക, വെള്ളത്തിനകത്ത് നിങ്ങൾ സോപ്പ് എടുത്തു, ഡ്രസ്സ് വാഷ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും? ഓയിലുണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മൾ സോപ്പ്, ഇതൊരു സോപ്പിൻ്റെ പാർട്ടിക്കിളാണ് വിചാരിക്കുക. ആ സോപ്പിന് 2 ഭാഗങ്ങളുണ്ട്, ഒരു ഹെഡും ഉണ്ട്, ഈ ഒരു ടെയിലും ഉണ്ട്. ഈ ടെയിൽ എന്താണ്? ഹൈഡ്രോ കാർബൺ ചെയിനാണ് ആ ടെയിലായിട്ട് വരിക. അത് ഏത് ഭാഗത്തിനോടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? നമ്മൾ ഓയിൽ അല്ലെങ്കിൽ ഗ്രീസിനോടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. നേരെ മറിച്ച് അതിൻ്റെ പോളാറായിട്ടുള്ള ഹെഡ് ആരോട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? വാട്ടറിനോടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സോപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പോളാർ ഹെഡ് വാട്ടറിലോട്ടും അതിൻ്റെ നോൺ പോളാർ ഹൈഡ്രോ കാർബൺ ടെയിൽ നമ്മുടെ ഓയിലിനേറ്റും അറ്റാച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ ഓയിലും വാട്ടറും തമ്മിൽ എന്തായി? ഒരു കണക്ഷനായി. ആര് ത്രൂ ആണ്? സോപ്പ് ത്രൂ ആണ് കണക്ഷനായത്. അവർക്കിടയിലുള്ള ഒരു ഇൻ്റർഫേഷ്യൽ ടെൻഷൻ അവിടെ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്ത് വരും. ഓയിലിന് ചുറ്റും എന്ത് വന്നു? സോപ്പ് വന്നു. അവർക്കിടയിലുള്ള വാട്ടറിനും ഓയിലിൻ്റെ ഇടയിലുള്ള ടെൻഷൻ ആരാ റെഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത്? നമ്മളെ സോപ്പ് അല്ലെങ്കിൽ ഡിറ്റർജൻസ് ആണ് റെഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ആ വാട്ടറിൻ്റെ കൂടെ ആ ഓയിലും അവിടുന്ന് നമ്മളെ ഡ്രസ്സിൽ നിന്ന് റിമൂവ് ആയിട്ട് പോരും.